അങ്ങനെ നമ്മൾ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യണമല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് 2024 ലാസ്റ്റ് ഡേ, അതായത് ഡിസംബർ 31 വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോഴീ കാണുന്നത്. അതായത് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നല്ല പോർക്കിറച്ചി നല്ല ഇങ്ങനെ വരട്ടി വെക്കുന്ന പോലെ വെക്കായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ന്യൂ ഇയറിനേക്കാളും ഞങ്ങൾക്ക് സ്പെഷ്യൽ ഞങ്ങളുടെ അപ്പയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു ന്യൂ ഇയർ ബോയ് ആണ്. അപ്പോൾ അതുകൂടി ഉള്ളതുകൊണ്ട് ഒരു സ്പെഷ്യലും കൂടി ആയിട്ടാണ് ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ജോയ് ആണെങ്കിൽ അപ്പയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു കാർഡൊക്കെ ഉണ്ടാക്കാണ് കേട്ടോ. അവൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാർഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവന് കറക്റ്റ് സ്പെല്ലിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഓരോ ലെറ്റേഴ്സ് ഏതാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ഉണ്ടാക്കിയതായിരുന്നു. ഒരാൾ പിന്നെ ഫുഡൊക്കെ ഉച്ചയിലത്തെ കഴിഞ്ഞിട്ട് ആളാകെ ക്ഷീണിച്ചു. പിന്നെ ആളുടെ ഉറക്കത്തിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ആളെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആളുടെ സമയമൊക്കെ ആയപ്പോൾ ആൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ വേഗം തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ജോ കാർഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവനും ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ രണ്ടാളും ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമുക്ക് 8 മണിക്ക് ഈവനിങ് നമ്മുടെ പള്ളിയിൽ കുർബാനയുണ്ട് കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവായിരുന്നു. എന്തായാലും ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കളർന്നൊന്നുമില്ല എനിക്കറിയാം. പക്ഷെ എന്നാലും നമുക്കൊരു നല്ലൊരു സമാധാനത്തിൻ്റെയും ഒരു ശാന്തതയുടെയും ഒക്കെ കളർന്നുള്ള രീതിയിൽ നമ്മൾ വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നമ്മ പിന്നെ കുറച്ച് ഉറക്കമുള്ള ഉച്ചയ്ക്ക് ശരിയാവാത്തതിൻ്റെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമമാണ് അന്നമ്മൂൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ആ ഉറക്കമൊന്നും ശരിയാവാത്തതിൻ്റെ ഒരു വാശി ഇതൊക്കെ. അപ്പോൾ ഞാൻ ട്രീയുടെ അടുത്തൊക്കെ നിന്ന് പിന്നെ എന്തായാലും ഡ്രസ്സ് ചെയ്തതല്ല, അപ്പോൾ നമ്മൾ കുറച്ച് വെറുതെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് നമ്മുടെ പള്ളിയിലേക്ക് പോകാനുള്ള ടൈമായിട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങി. പിന്നെ ഇങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ ചെന്നില്ലെങ്കിൽ നമുക്ക് സ്ഥലമൊന്നും കിട്ടില്ല. എല്ലാവരും വരുന്ന ദിവസങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. പിന്നെ എന്തായാലും ന്യൂ ഇയറും പിന്നെ അപ്പയുടെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഒരു 11-12 മണി ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ കേക്ക് കിട്ടുമ്പോൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നതായിരുന്നു ആ 2 ആൾക്കാർ. അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവർ നല്ല സന്തോഷമായിട്ട് അവിടെ നിന്ന് പോവായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ക്ലാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂ ഇയർ പാർട്ടി നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ TV-യിൽ പാട്ടൊക്കെ വെച്ചിട്ട് രണ്ടാളും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്ന് രാത്രിയല്ല പുലർച്ചെ 1:30 ആയപ്പോഴായിരുന്നു പിന്നെ കിടന്നത്. പിന്നെ ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ന്യൂ ഇയറും ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പ്രോൺസ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഉച്ചയിലത്തെ ഫുഡ് കഴിച്ചു. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ന്യൂ ഇയറിന് നമുക്ക് ഹോളിഡേ ആണ്, അതാണ് പിന്നെ വേറൊരു സമാധാനം. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ 2 ആൾക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്നാലും പിന്നെ അതിനുള്ള ക്ഷമയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവിടെ കഴിയാനായിട്ട്. ഇനി കാണുന്നത് ന്യൂ ഇയറിൻ്റെ പിറ്റേന്ന്, അതായത് ജനുവരി 2 വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ന്യൂ ഇയറിന് നമ്മൾക്ക് എവിടെയും പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല. അതെന്തോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ പോകണമെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്ന് പോയപ്പോൾ പിന്നെ അങ്ങനെ സമയം പോയി. അപ്പോൾ നമ്മൾ വേറെ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം തീർക്കാനായിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് ഈവനിങ് ഒക്കെ ആയപ്പോൾ നല്ല ദോശയും നല്ല പൊടി ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുംഭകോണം കഫേയുടെ ഒരു ബ്രാഞ്ച് അവരുടെ ഗലീദിയ മാളിലുണ്ട്. അപ്പോൾ അവിടെ വരെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് വേറെയുള്ള സ്ഥലത്ത് അത്ര സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, ഹോം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ തന്നെ ദോശയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു ചൂടോടെ കഴിക്കുമ്പോൾ അപ്പം തന്നെ കഴിക്കുമ്പോഴാണല്ലോ അതിനൊരു കൂടുതൽ ടേസ്റ്റും ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ 2 ആൾക്കും ദോശ നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കൊടുത്തപ്പോഴേക്കും പിന്നെ 2 ആളും കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഫിൽറ്റർ കോഫി പിന്നെ വേറൊരും പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ആ കോഫി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനേക്കാളും എനിക്ക് ചായ തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ചായയും പിന്നെ നല്ല ദോശയും നല്ല ഇഡ്ഡലിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അന്നത്തെ ഡിന്നർ നമ്മൾ അങ്ങനെ അവിടെ നിന്നായിരുന്നു കേട്ടോ കഴിച്ചത്. പിന്നെ ഗലീദിയ മാൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഫസ്റ്റ് ടൈം പോകുന്ന മാളായതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ലുലു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്
അത്ര വലുപ്പം സാധാരണ പോലെയൊക്കെ ആണെങ്കിലും എനിക്ക് അതിൻ്റെ ഫാഷൻ സ്റ്റോർ കുറച്ചുകൂടിയും അവിടുത്തെ വലുതായിട്ട് തോന്നി. അപ്പോൾ പിന്നെ പിള്ളേർക്ക് പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള എന്താ പറയുക, വിളിക്കാനും അതിനുള്ള പ്രാന്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ നോക്കി പിന്നെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.